ഇത്ര എനിക്ക് റിവ്യൂ പറയാനുള്ളൂ. ആക്ഷൻ ഡ്യൂഡിന്റെ റിവ്യൂ, ദ ബെസ്റ്റ് വിഷ്വൽ ട്രീറ്റ് മൂവി എവർ. ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ. ഹോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആക്ഷൻ ഡ്യൂഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ അറിയിക്കുന്നു. വെരി ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ഈ വർഷം വരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ മച്ചന്മാർക്കും താങ്ക് യു. നമ്മുടെ ആക്ഷൻ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും താങ്ക് യു ഗൈസ്. Okay, you are welcome. No, bro, you are welcome. No, you are welcome. No, you are welcome. Hey, you are welcome. No, you are welcome. Hey, you are welcome. No, you are welcome. Hey, you are welcome. നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു ബ്രോ. നീ സൂപ്പറാണ് ബ്രോ, സൂപ്പറാണ്. യു ആർ വെൽക്കം. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇവിടെ തൊട്ട് അവസാനം വരെ വീഡിയോ ഒന്ന് കാണണേ. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ന്യൂ ഇയർ ആയിട്ട് വീഡിയോ പകുതി വെച്ച് കണ്ടിട്ട് പോലെ അവസാനം വരെ കാണണം. ഓക്കെ, സോ അച്ഛന്മാരെ, അപ്പോൾ നമ്മൾ അവതാർ കാണാൻ വേണ്ടി പാലക്കാടിലേക്ക് പോകുകയാണ്. കൂടെ എൻ്റെ ഡാഡിയുണ്ട്, മമ്മിയുണ്ട്, നിങ്ങളുടെ ബ്രോയുണ്ട്, ഞാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു കാറിനകത്താണ് പോകുന്നത്. ഞങ്ങളുടെ കാറ് സർവീസിന് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു അങ്കിളിൻ്റെ ഒരു കാറിനകത്താണ് പോകുന്നത്. ഇത് ആൾട്ടോ ആണ്. നമ്മുടെ കാർ എന്ന് പറയുന്നത് മാരുതി 800 ആണ്. അത് സർവീസിന് എടുത്തേക്കാണ്. 6:28 ആയി. നമ്മുടെ ഷോ നൈറ്റിലാണ്. അപ്പോൾ നമ്മളതുവരേക്ക് നമുക്ക് ഇൻ ടൈം കുറേ ഉണ്ട്. അപ്പോൾ നമ്മളിനി സൂപ്പറായിട്ട് അവതാർ കാണാൻ പോകുന്നല്ലേ. അടിപൊളിയാണ്. അപ്പോൾ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ സെറ്റായി. അപ്പോൾ നമ്മുടെ ഷോ 9 മണിക്കാണ്. അപ്പോൾ നമുക്ക് ഇനി ഇഷ്ടംപോലെ സമയമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം 6:45 ഉള്ളൂ. തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ പാലക്കാടിലെ ഏറ്റവും അടിപൊളി ഹോട്ടലാണ്. ഏതാ D9 റെസ്റ്റോറൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടിപൊളി ഫുഡ് കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഡാഡി, അപ്പം ഈ അവതാർ എന്ന് പറയുമ്പോൾ ആദ്യമത്തെ അവതാർ എത്ര വർഷം ഇറങ്ങിയിട്ട്? 2009 13 വർഷം അങ്ങോട്ടായി. 13 വർഷം. അപ്പോൾ 13 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് അതും പാലക്കാട് ഒരു തിയേറ്ററിലാണ് പോയി കാണാൻ പോകുന്നത്. അടിപൊളി ആയിരിക്കും. പിന്നെ ഭയങ്കര സംഭവം, ഭയങ്കര ദൃശ്യവിസ്മയായിരിക്കും. വേറെ ഒരു ലോകത്തിൽ പോയി അവിടെ തിരിച്ചു വരുന്ന കണക്കായിരുന്നു. വെൽക്കം ഡ്രിങ്ക് ആണ്. A few moments later. ചിക്കൻ ഹക്ക നൂഡിൽസ്. സൂപ്പർ. നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. അടിപൊളി ചിക്കൻ നൂഡിൽസ് ആണ് ഓർഡർ ചെയ്തത്. സോയ സോസ് ഇച്ചിരി വെച്ചാൽ മതി. ടൊമാറ്റോ സോസ് ഇഷ്ടം പോലെ വയ്ക്കും. കുറച്ച് പറയല്ലേ. നമ്മൾ കഴിച്ചു കഴിഞ്ഞു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഫുഡൊക്കെ അടിച്ചു. നമ്മളിനി കാറിനകത്ത് പോയി നമ്മുടെ തിയേറ്ററിലേക്ക് പോകാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഫൈനലി വി ആർ റീച്ച് ദ തിയേറ്റർ ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒരു 10 മിനിറ്റ്. നമ്മൾ തിയേറ്ററിൻ്റെ ഗേറ്റിലേക്ക് കയറുകയാണ്. അതെ, ജെയിംസ് ക്യാമറാമാൻ്റെ പടം അവതാർ. ഇവിടെ തുണിവിൻ്റെയും വരിസുവിൻ്റെയും പോസ്റ്റർ ഇട്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ കഫറ്റേറിയ ഉണ്ട്. നമ്മൾ അവതാർ കാണാൻ വേണ്ടി കയറുകയാണ്.
After 13 years, it's time to go back to the world of Pandora and live amongst the Na'vi. വീഡിയോ കൊള്ളാം കേട്ടോ. Three days later. അപ്പോൾ സെക്കൻഡ് ഹാഫാണ്. കോഫി കുടിക്കുകയാണ്. വേറെ ലോകത്തെ ചെന്നിട്ട് ഇറങ്ങിയ പോലെയാണ് ഫീലിംഗ്. അടിപൊളിയാണ്. ഇൻ്റർവെൽ അതിന് വീണ്ടും ഇട്ടു. അപ്പം ആ ജ്യൂസൊക്കെ വെച്ചിട്ടുണ്ട്. ഹാഫ് ടൈറ്റെല്ലാം ഒക്കെ. இனி எது வந்தாலும் எதிர்த்து நிற்போம். അടിപൊളിയായിരുന്നു. I got nightmares in my head, I fear that the thoughts build up until I can't hear, that my mind fills up into a creature and it haunts me. അവതാർ വേ ഓഫ് ദ വാട്ടർ കണ്ടിട്ട് വന്നു. ഇപ്പോഴും മനസ്സിൽ നിന്ന് അതിൻ്റെ വിഷ്വൽസ് മാറിയിട്ടില്ല. രാത്രി കാരണത്ത് നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ചെന്നിലോട്ട് നോക്കിയപ്പോൾ അവിടെ കാണുന്നതെല്ലാം അവതാരി കണ്ട ആ സ്ഥലം പോലെ ഇങ്ങനെ തോന്നുമായിരുന്നു. The next day. വീട്ടിൽ വന്ന് പിന്നെ രണ്ടാമത്തെ ദിവസമാണ്. ഒരു സെക്കൻഡ് ക്യാമറ ഓക്കെ ക്ലിയർ ആയില്ല. അപ്പോഴേ ഞങ്ങളുടെ വീട്ടിലൊരു പാൻഡോറയുണ്ട്, കാണിച്ചുതരാം. കണ്ടില്ലേ, ഞങ്ങളുടെ വീട്ടിലത്തെ പാൻഡോറ മരമാണിത് കേട്ടോ. ഭയങ്കര വലിയ മരമാണ്. അങ്ങോട്ടിങ്ങനെ ചില്ലകളിങ്ങനെ പോയേക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ തീരും. ഉണ്ടല്ലേ, ദിസ് ഈസ് പാൻഡോറ മരം, പാൻഡോറ ട്രീ. ഓ കണ്ടില്ലേ മച്ചാമാരെ, പാൻഡോറ ട്രീ. ഓ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല, കയറണം തോന്നുന്നുണ്ട്, കയറാൻ പറ്റത്തില്ല. അയ്യവാ, ഞങ്ങളുടെ വീടല്ല, ഞങ്ങളിപ്പോൾ പാലക്കാട് ഇവിടെ താമസിക്കുന്ന റൂമാണ്. ഇനി വെക്കേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ പോവും. അതുവരെ പാൻഡോറ മരത്തിൻ്റെ അടുത്തായിരിക്കും ജീവിതം. ഇപ്പോഴും മനസ്സിൽ നിന്ന് മായുന്നില്ല. എന്തോ ഒരു വിഷ്വൽ ട്രീറ്റാണ് ഗൈസ് സിനിമ. ഒരു ബ്രഹ്മാണ്ഡ മൂവി തന്നെ. ഓ അമ്മ, അമ്മാതിരിയുള്ള വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഇപ്പോഴും ഞാൻ അവതാറിൽ നിന്ന് വെളി വന്നിട്ടില്ല. അപ്പോൾ മൂവി കണ്ടതിന് രണ്ടാമത്തെ ദിവസമാണ്. അതിപ്പോൾ ഇന്നലെ ഉറക്കം ഉളച്ചാണ് മൂവി കണ്ടുകൊണ്ടിരുന്നത്. മൂവി 9 മണിക്ക് തുടങ്ങി, ഒരു 12 മണി അടുപ്പിച്ചപ്പോഴാണ് തീർന്നത്. സോ 3 മണിക്കൂർ റണ്ണിങ് ടൈം. അപ്പം നല്ല ബിഗർ ലെങ്ത് മൂവിയാണ്. സോ ഫുള്ളി എമോഷണലാണ്. പക്ഷേ ചിലവർക്ക് എമോഷണലായിട്ടും ഇരുന്ന ഇഷ്ടം വരത്തില്ലേ. അപ്പോൾ പിന്നെ ഗൈസ് എന്നെ ചെറിയൊരു മാറ്റം ഉണ്ടായി. ചെറുതായിട്ടൊന്ന് താടി പിടിച്ചു കേട്ടോ. ചെറിയൊരു താടി വിളിച്ചപ്പോൾ തന്നെ ഇങ്ങനെയായി. ഓക്കെ, അപ്പോൾ നമ്മളെയൊക്കെ പിന്നെ ആരും ശ്രദ്ധിക്കാനില്ലേ, നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ അവതാർ ഗൈസ് ബ്ലൂ കളറാണ്. ഞാനിപ്പോൾ എക്സ്പോഷൻ കൂട്ടിയിട്ടേക്കാണ്, അതുകൊണ്ടാണ് ഇവിടെ എല്ലാം വൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഞാൻ ക്യാമറ വേറൊരു മൂടിയിട്ട് കാണിച്ചു തരാം. സോ ഗൈസ് ഇപ്പോൾ പൊളിയല്ലേ, അവതാറിൻ്റെ വിട്ട് കളറായിട്ടുണ്ട്. അത്രയൊന്നും വരത്തില്ല. ജെയിംസ് കാമറോൺ ഇവിടെ കൂടി വന്നെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒരു ക്രിയേറ്റീവ് ആയല്ലേ. സോ ഗൈസ് ഈ പുള്ളിയുടെ ക്രിയേറ്റിവിറ്റി ഒന്ന് കാണണം. കാരണം എന്തോ ഒരു പൈസ മുടക്കി കാണും. പക്ഷെ പൈസ പോട്ടെ, പുള്ളി 13 വർഷം കഷ്ടപ്പെട്ട് ഒരു മൂവി ഉണ്ടാക്കുമെന്ന് വെച്ചാൽ അദ്ദേഹം നല്ല നോക്കി ചെയ്തതിൻ്റെ എഫക്റ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. And even filming underwater, Avatar: The Way of Water was one of the most challenging and game-changing films ever made. അദ്ദേഹത്തിൻ്റെ ലൈഫ് ഫുള്ളും ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും അടിപൊളി. It's absolutely insane. But how exactly did James Cameron pull this off?
For starters, the actors' physical abilities were pushed to the limit. ഇനിയും തേർഡ് പാർട്ടൊക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഐ ആം സോ വെയിറ്റിംഗ്. ഇനിയും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ പാലക്കാട് പ്രിയ എന്ന് പറയുന്നൊരു തിയേറ്റർ ഉണ്ട്, യുണൈറ്റഡ് ഫിലിം എക്സിബിറ്റേഴ്സൊക്കെ ഉള്ള ആ മൂവി തിയേറ്ററിലാണ് പോയി കണ്ടത്. ഞാനും എൻ്റെ ഡാഡിയും കൂടി പ്ലാൻ ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ കൊല്ലത്ത് രേവതി സിനിമാക്സ് എന്ന് പറയുന്ന മൂവി തിയേറ്റർ ഉണ്ട്. പിന്നെ തിരുവനന്തപുരത്ത് ഐമാക്സും 4DX ഒക്കെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ പോകണമെന്നിരുന്നേ, പക്ഷെ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഇവിടെ പാലക്കാടായി പോയി. അതുകൊണ്ട് അപ്പോൾ രേവതി സിനിമാക്സിലൊക്കെ കണ്ടവർ അടിപൊളിയാണെന്ന് കുറേ പേര് പറഞ്ഞായിരുന്നു, പക്ഷെ അവിടെ പോകാൻ പറ്റിയില്ല. എന്നാലും ഇവിടെ പ്രിയയിൽ അത്യാവശ്യം വലിയ സ്ക്രീനൊക്കെ ആയിരുന്നു, പക്ഷേ 3D അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ മൂവി ഒരു 60 FPS സ്മൂത്തിലാണ് ഓടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു 30 FPS ആവുന്നുണ്ട്, പക്ഷെ നല്ല സ്മൂത്തിൽ റൺ ആവുകയാണ്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ 60 FPS മൂവി കാണുന്നത്. അതുമല്ല തമിഴ് ഡബ്ബാണ് കണ്ടത്. ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്കാണ് പോയത്. ഫസ്റ്റ് ഷോയ്ക്കായിരുന്നു ഇംഗ്ലീഷ്, സെക്കൻഡ് ഷോയ്ക്കായിരുന്നു തമിഴ് ഡബ്ബായിരുന്നു. എന്തായാലും കണ്ടു വിഷ്വൽ ട്രീറ്റ്. ഡബ്ബും സൗണ്ടും കാര്യങ്ങളൊക്കെ പോട്ടെ, ആ വിഷ്വലായിരുന്നു അടിപൊളി. അതല്ല കഥ കുറച്ചും കൂടി ഒന്ന് അമ്മയ്ക്കൊക്കെ കുറച്ചും കൂടി കഥയൊന്ന് കണ്ടിരിക്കാൻ തോന്നി തമിഴേയും കൊണ്ട്. ഇംഗ്ലീഷ് ആകുമ്പോൾ അങ്ങനെയായി പോയേനെ. പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് കാണുന്നതാണ് ഇഷ്ടം, എന്നാലും ഇംഗ്ലീഷ് പടം കാണുന്നൊരു ഫീല്. ഇപ്പം ചെറുതായിട്ട് ഒരു KGF ഒക്കെ കണ്ട പോലെ അതിനകത്തൊരു ട്യൂണുണ്ട്, അവതാർ. ഓ രോമാഞ്ചം ട്യൂണായിരുന്നു അത് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ. അത് KGFൻ്റെ അതൊക്കെ കോപ്പി അടിച്ച കേട്ടോ. KGFൻ്റെ ഡയറക്ടർ ആരായിരുന്നു? അവതാറിൻ്റെ ആ BGM കോപ്പിയെന്ന് എനിക്കറിയാം. ആ ഒരു BGM അവതാർ ദ വേ ഓഫ് വാട്ടറിനകത്ത് ഉണ്ടായിരുന്നു. ഇത്ര എനിക്ക് റിവ്യൂ പറയാനുള്ളൂ. ആക്ഷൻ ഡ്യൂഡിൻ്റെ റിവ്യൂ, ദ ബെസ്റ്റ് വിഷ്വൽ ട്രീറ്റ് മൂവി എവർ. ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ, ആണ് ഗൈസ്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഇനിയും പറയുന്നില്ല. അതുപോലെ ഈ മൂവിക്കകത്ത് കേറ്റ് വിൻസ്ലെറ്റും ഉണ്ടായിരുന്നു. ഓക്കെ, പുള്ളിക്കാരി പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു, എന്നാലും ഇത് വേ ഓഫ് വാട്ടറിൻ്റെ ഷൂട്ടിംഗ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ മനസ്സിലായി. അയ്യോ, അപ്പോൾ എന്തോരം ഡെഡിക്കേഷനാണ് അറിയോ. അവർ ഡിജിറ്റലി അഭിനയിക്കുകയാണ്. ഒരു സ്റ്റുഡിയോയിൽ കിടന്ന് അവർ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് വളരെ സൂക്ഷിച്ച് വളരെ പെർഫെക്റ്റായിട്ടാണ് അവരെ സ്റ്റുഡിയോയിൽ അഭിനയിക്കുന്നത്. അത് ഡിജിറ്റലി ഒരു ഡിജിറ്റൽ വേൾഡിൽ കൊണ്ടുവരുമ്പോൾ എൻ്റെ മോനെ ഇത് ദൃശ്യ വിസ്മയം തന്നെ. അപ്പം കേറ്റ് വിൻസ്ലെറ്റിനെ കണ്ടു, പിന്നെ ജേക്കിനെ കണ്ടു. ജേക്കിൻ്റെ ഒക്കെ ക്യാരക്ടർ, ജേക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുറേ കുട്ടികളുടെ കഥയാണ്. ആക്ടേഴ്സൊക്കെ അണ്ടർ വാട്ടർ ഡൈവിങ് ചെയ്താണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിറ്ററലി ഇൻസൈൻ ബ്രോ. അപ്പോൾ അതിനകത്തുള്ള ഒരു ക്യാരക്ടറാണ് കിറി. അപ്പോൾ തിയേറ്ററിൽ ആ കിറി എന്ന് പറഞ്ഞപ്പോൾ തിയേറ്ററിലുള്ള കൊച്ചുങ്ങളൊക്കെ പറഞ്ഞു എന്തോ കിരിയോ എന്ന് പറഞ്ഞു. അതൊരു ആ ക്യാരക്ടർ ഒരു ടീനേജർ പോലെ ഒരു ചെറുപ്പം പോലെ ഇരിക്കും, പക്ഷേ അഭിനയിച്ചിരിക്കുന്നത് കുറച്ച് പ്രായമുള്ളൊരു മാമാണ്, പേര് ഓർക്കുന്നില്ല. അപ്പം കിറി നല്ലൊരു എനിക്കിഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. കുറേ നല്ലൊരു ഇമോഷണലൊക്കെ വന്ന ഒരു ക്യാരക്ടറായിരുന്നു കിറി. പിന്നെ നിറ്റേറി പറയണ്ട, ഭയങ്കര കരച്ചിലും പിടിച്ചിലൊക്കെയാണ് ഒരു അമ്മ എന്ന നിലയിൽ. പിന്നെ അതിനകത്തുള്ള ഓരോരോ ക്യാരക്ടേഴ്സ്, കേറ്റ് വിൻസ്ലെറ്റ് അഭിനയിച്ചതും ജേക്കാണ് താരം. അപ്പോൾ അണ്ടർ വാട്ടർ വിഷ്വൽസ് ആയിരുന്നു അടിപൊളി, നല്ല ഇമോഷണലാണ് കേട്ടോ. പിന്നെ ഒന്നും പറയാൻ വയ്യ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പോയ തിയേറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കയറിപ്പോൾ സൗണ്ട് കുറവൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പടം അങ്ങനെയാണല്ലോ, ആദ്യമേ സൗണ്ട് കുറഞ്ഞിരിക്കും, പെട്ടെന്ന് സൗണ്ട് കൂടും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി, ഇംഗ്ലീഷ് പടത്തിൻ്റെ രീതി. അതെനിക്കിഷ്ടം. ഐ ലവ് ഹോളിവുഡ് മൂവീസ്, വളരെ എനിക്കിഷ്ടമുള്ള. ഇംഗ്ലീഷ് പടം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ഏത് മൂവീസും കേട്ടോ. ഞാനൊരു മലയാളിയാണ്, അതുകൊണ്ട് ഞാൻ ഹോളിവുഡിൻ്റെ വിരോധിയൊന്നുമല്ല. എല്ലാവർക്കും ഹോളിവുഡ് മൂവീസ് അല്ലേ ഇഷ്ടം. ഓക്കെ, അപ്പം ഹോളിവുഡ് മൂവീസ് കണ്ടിട്ടാണ് ഇപ്പോൾ എല്ലാവരും മൂവി ഇറക്കുന്നത്. ഇപ്പം നമ്മുടെ മോളിവുഡിൽ കുറേ കണ്ട മൂവീസ് എല്ലാം ഹോളിവുഡ് സ്റ്റൈലിൽ തന്നെ എടുത്തിരിക്കുന്നത്. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ കേറ്റ് വിൻസ്ലെറ്റ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി 7 മിനിറ്റ് കണ്ട് വെള്ളത്തിനടിയിൽ നിന്ന് അഭിനയിച്ചെന്നൊക്കെ പറയുന്നത്. ഓക്കെ, ആദ്യം എനിക്ക് പുള്ളിക്കാരി കണ്ടപ്പോൾ മനസ്സിലായില്ല, പെട്ടെന്ന് അത് പിന്നെ മുഖച്ചായ കണ്ടപ്പോൾ ചെറുതായിട്ട് മനസ്സിലായി. അപ്പം പുള്ളിക്കാരിയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. അപ്പോൾ എല്ലാ ക്യാരക്ടറും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പഴയ വില്ലൻ തന്നെയാണ്, ഞാൻ കൂടുതൽ സ്പോയിലാക്കുന്നില്ല. പഴയ വില്ലൻ തന്നെ ഒരു വേറെ രീതി വന്നു. അപ്പം പഴയ വില്ലനെ ഒന്നുകൂടെ കാണാൻ പറ്റി. എല്ലാം ഗൈസ് പുതിയൊരു ലോകം കേട്ടോ, പുതിയൊരു ലോകവും പുതിയൊരു കഥയും. അടിപൊളി. സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ലായിരുന്നു, അമ്മാതിരിയുള്ള വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഓക്കെ, സൗണ്ട് ഡിസൈനിങ്ങും എല്ലാം കൊള്ളാം. ഓക്കെ, അപ്പോൾ ഇനിയും 4DX ഐമാക്സിലൊക്കെ ഒന്ന് കണ്ടെങ്കിൽ അയ്യോ പ്രോ മാക്സ് ലെവലായേനല്ലേ. അപ്പം അവിടെ പോയി ഇപ്പോൾ കാണാൻ പറ്റിയില്ല, എന്നാലും അവതാർ കണ്ടു. ഇനി നമുക്ക് തേർഡ് പാർട്ടൊക്കെ വേണമെങ്കിൽ പോയി കാണാം, അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്. മമ്മിക്ക് ഏറ്റവും എമോഷണലായിട്ട് തോന്നിയെന്ന് പറയുമ്പോൾ അതിനകത്തൊരു ചെറുക്കൻ ചാവുന്നുണ്ട്, അത് മമ്മിക്ക് വിഷമമായി തോന്നി. ജയിക്കിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ അഭിനയം ഭയങ്കരമാണ്, നമ്മൾ കരഞ്ഞു പോകും. അഭിനയിച്ച വല്ലതായി പോയില്ലേ. അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു.
അപ്പോൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ഗൈസ്. നിങ്ങൾ ടെലിഗ്രാമിൽ പ്രിന്റ് വന്നിട്ടിരുന്നൊന്നും കാണില്ല, അതേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും പറയുന്നതാണ്. പിന്നെ ഹോട്ട്സ്റ്റാറിൽ ഇനി റിലീസ് ചെയ്യും. അത് നമുക്ക് വീട്ടിൽ വലിയ ടി വിയും ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഹോം തിയേറ്ററൊക്കെ ഉണ്ട്, അതിനകത്ത് ഇട്ട് കാണാൻ ഭയങ്കര ആകാംക്ഷയായിട്ടിരിക്കുകയാണ്. പക്ഷേ അത് 3D അല്ല. ഓക്കെ, അതും ഡോൾബി അറ്റ്മോസ് 3.1 ആണ് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ടു, വലിയ സ്ക്രീനിൽ 3D ഗ്ലാസ് വെച്ച് കണ്ടു. പിന്നെ മറ്റേ അനുഭവങ്ങളുണ്ടല്ലോ 4DX, അത് പിന്നെ ഫിസിക്കലായിട്ടുള്ള നമുക്ക് കുറച്ച് എഫക്റ്റ് തരും. ഓക്കെ, ഒരു സിമുലേഷൻ തരും. അപ്പോൾ എന്തായാലും നമുക്ക് 3Dയിൽ കാണാൻ പറ്റി. 13 വർഷങ്ങൾക്ക് മുമ്പ് അവതാർ ഞാൻ കണ്ടത്. എൻ്റെ ഡാഡി DVD ഒക്കെ കൊണ്ടുവന്ന് ചെറിയൊരു 5.1 ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിനകത്തിട്ട് CD ഇട്ടാണ് ഞാൻ ആദ്യമായിട്ട് അവതാർ കണ്ടത്. പിന്നെ ഈ ഇടയ്ക്കിടെ 3-5-6 വട്ടം ഹോട്ട്സ്റ്റാറിനകത്ത് ഫുൾ HDയിൽ ഹോം തിയേറ്ററിൽ ഇരുന്ന് കണ്ടു. എന്നിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വട്ടം റിലീസ് ചെയ്തായിരുന്നു അവതാർ, അത് കാണാൻ പോകാൻ പറ്റിയില്ല. അവതാർ 2 ദ വേ ഓഫ് വാട്ടർ കാണാൻ പറ്റി ഗൈസ്, സന്തോഷമാണ്. ഐ ആം ഹാപ്പി. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചുമന്ന ബട്ടൺ അല്ലല്ലേ, അതുകൊണ്ട് വൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വൈറ്റ് അല്ല കേട്ടോ, ബ്ലൂ ആയിട്ട് ഇരിക്കുക. ഇവിടെ ക്യാമറയ്ക്കകത്ത് വൈറ്റ് ആയിട്ട് കാണും. ഓക്കെ, അപ്പോൾ എന്തായാലും വൈറ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം. അപ്പോൾ എന്നെ ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാം. നമ്മളെ അറിയാത്തൊരു കുറേ പേരുണ്ടായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെങ്കിലും ഒന്ന് പോയി ഫോളോ ചെയ്യണേ. ഓക്കെ, അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ എല്ലാ ചടങ്ങുകളും ചെയ്തിട്ടേ പോവാവും. അപ്പം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, അപ്പോൾ ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഔട്ട് വിത്ത് അവതാർ ദ വേ ഓഫ് വാട്ടർ. ശരി ഗൈസ്, ബൈ ബൈ.